അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അല്ലേ അച്ചു? അങ്ങനെ അച്ചു ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ ജിമ്മിൽ പോയിന്, പക്ഷേ വീഡിയോസൊന്നും എടുത്തിനി. പക്ഷേ അധികം ലെങ്ത്തൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ നിന്ന് സംസാരിക്കുന്ന റോഡിൽ നിന്ന് സംസാരിക്കുന്ന വീഡിയോ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ പോസ്റ്റ് ചെയ്യാണ്ടിരുന്നേ. ഇവൻ്റെ ഇൻറ്റേൺഷിപ്പ് മാറ്റി 24-ലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം അതുവരെ ഇവൻ എൻ്റെ കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞാലും ഇവൻ അത് കഴിഞ്ഞാലും പിന്നെ ഇവന് ഞാൻ ജിമ്മിൽ പോകും. പക്ഷെ ഞാൻ ഒറ്റക്കാരിക്കും, ഇവൻ ഒറ്റക്കാരിക്കും. അങ്ങനെ എന്തായാലും ജിം കണ്ടിന്യൂ എന്തായാലും ചെയ്തിരിക്കും. 6 മണിയെല്ലാം കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ 6 മണിയെല്ലാം കഴിഞ്ഞിട്ട് എത്തുകൂടെ. അപ്പം അങ്ങനെ നല്ല വെയിലാണ്. ഒരുമാതിരി വെയിലടിച്ചിട്ട് കണ്ണിങ്ങനെ ചൈനക്കാരെ കണ്ണുപോലെയായി. അപ്പോൾ വേറെന്തെല്ലാം വിശേഷങ്ങൾ നിങ്ങൾ പറ. പിന്നെ ഇതുവരെയുള്ള വീഡിയോസെല്ലാം എല്ലാവരും കണ്ടിട്ട് എന്തെൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളെ ഏട്ടൻ്റെ ബർത്ത്ഡേ സർപ്രൈസ് വീഡിയോസെല്ലാം എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെന്താ എന്തെങ്കിലും പറ. അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. അയിനുവിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. ഒക്ടോബർ 20-നാണ് അയിനുവിൻ്റെ ബർത്ത്ഡേ വരുന്നത്. അയിനെന്ന് വെച്ചാൽ എൻ്റെ മോൾ. അപ്പം മോളെ 1ാം ബർത്ത്ഡേ ആണ് ഒക്ടോബർ 20-ന്. അതാണ് പറഞ്ഞത്. പിന്നെ അഭിപ്രായങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് ഞങ്ങൾ എങ്ങനത്തെ വീഡിയോസാണ് ചെയ്യേണ്ടേ, എങ്ങനെയുള്ളതാണ് അങ്ങനത്തെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെല്ലാമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഞങ്ങൾ അതേപോലെ ചെയ്യും. ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കും, അല്ലേ? അയ്യോ, ഈ സമ്മതിക്കണം കേട്ടോ. ചില ആൾക്കാർ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ തന്നെ കുറേ ടൈം ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തന്നെ സ്റ്റിക്ക് യൂസ് ചെയ്യാണ്ട് തന്നെ കയ്യിൽ വെച്ചിട്ട് തന്നെ വീഡിയോസ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം സമ്മതിക്കണം. എനിക്ക് ഇവിടെ കുറച്ച് സമയം തന്നെ ഫോണിങ്ങനെ പിടിച്ചപ്പോൾ തന്നെ കൈ വേദനിക്കാൻ തുടങ്ങി. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. അപ്പോൾ സമ്മതിക്കണം, അല്ലേ അച്ചു? ഇന്ന് ഞങ്ങൾ നേരത്തെ തന്നെയാണ് പിന്നെ ജിമ്മിലേക്ക് പോകുന്നത്. ഒരു മിനിറ്റ്, അതിൻ്റെ അടുക്കൊരു വണ്ടി വന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ തന്നെയാണ്. ഇന്നലെ ജിമ്മിൽ പോയിട്ട് നോക്കുമ്പോൾ ഇന്നലെ ലേറ്റ് ആയെന്ന് ചോദിച്ചാൽ ഒരു 4:45 ഓട്ടോ കിട്ടിയോണ്ട് ഓട്ടോയിലേനും പോയേ. പക്ഷേങ്കിൽ കുറേ ആൾക്കാരായിരുന്നു. എന്താണെന്നല്ല, പതിവിൽ കൂടുതൽ ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ സെറ്റ് അടുത്ത് ഒരാൾ വെയിറ്റ് ചെയ്ത് കളിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ലേറ്റായി ഇങ്ങോട്ടേക്ക് എത്താൻ 6:45 ഞങ്ങൾ 7 അത്രയും ലേറ്റായിട്ട് വീട്ടിലെത്തിയ. അതുകൊണ്ട് ഇന്ന് കുറച്ചും കൂടി നേരത്തെ തന്നെ ഇറങ്ങി. ഇന്ന് മോളെ കാര്യങ്ങളെല്ലാം വേഗം ചെയ്യാനും പറ്റി അതുകൊണ്ട്, അല്ലേ? അപ്പം നമുക്കിനി ബാക്കിയുള്ള വിശേഷങ്ങൾ ജിമ്മിലെത്തിയിട്ട് കാണാം, അല്ലേ? ഇന്നത്തെ വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് ഫുള്ള് ക്ഷീണിച്ചവശയായി. ഇനി ഷോൾഡർ ചെയ്യണം. ഓൾറെഡി ഷോൾഡറിന് ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു. അപ്പം ജിമ്മിൽ പോയിട്ട് ഇപ്പോൾ വർക്കൗട്ടും കൂടി ചെയ്യാൻ ചെറിയ പിടിക്ക് വേദന ജാസ്തി ആയിരുന്നു. പക്ഷേ കളിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സെറ്റാവും, ഓക്കെ ആവും. അപ്പോൾ ഉള്ളിലത്തെ ഷോട്ടും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്നും ഭയങ്കര റഷായിരുന്നു ജിമ്മിൽ. അതുകൊണ്ട് തന്നെ ഫോണിൽ എടുത്ത് വീഡിയോ എടുക്കാനുള്ള ഒരു ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ നടന്ന് വരുന്ന സമയങ്ങൾ മാത്രമാണ്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കുള്ളൂ. കുറച്ചുകൂടി ഉണ്ട്, പക്ഷേ ഓൻ്റെ കഴിഞ്ഞിട്ടില്ല. ഓൻ കാർഡിയോ ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ കാർഡിയോളം കഴിഞ്ഞു ക്ഷീണിച്ച് നിൽക്കുക. അപ്പം എന്നാപ്പം പിന്നെ വേറെന്താ പറയാനുണ്ട്? ലെങ്ത്തും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു വീഡിയോ ഉണ്ടാവും. പിന്നെ മുന്നേ എടുത്തു വെച്ച സാധനങ്ങൾ സൈഡിലേക്ക് ഇതിലേക്ക് കൂടി ഇടണം. പക്ഷെ അത് വേണ്ട, എന്തിനാ വെറുതെ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ജിമ്മിൽ വരുമ്പോൾ എല്ലാ ദിവസവും എന്നാ കാണിക്കണം, ഓരോ ദിവസം ഓരോന്നേ ആയിരിക്കും. ഷോൾഡർ ആക്കി ചെസ്റ്റ് അങ്ങനെ ലെഗ് അങ്ങനെ ഓരോ ദിവസം ഓരോന്നൊക്കെ ആയിരിക്കും. പക്ഷേങ്കിൽ എന്നെ ഇങ്ങനെ എന്ന് കാണിക്കുക, അത് എടുക്കാനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ അതെല്ലാം ഒരു ഇതായിരിക്കുമല്ലോ. അപ്പോൾ എന്തെന്നാ ഇങ്ങനെ പറയാം, ഞാൻ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് തോന്നല്ലേ. അപ്പോൾ എന്താ എടുക്കുക. പിന്നെ ഞാനിപ്പോൾ ലൈവ് പോകാറുണ്ട്. ഒരു 8 മണി 8:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ലൈവ് പോകാറുണ്ട്. അപ്പോൾ
ലൈവിൽ എല്ലാവരും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അച്ചൂടിൻ്റെ അതും കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക്. അത് കഴിഞ്ഞ് വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി മോളടിച്ച് കുറച്ച് സമയം ഇരുന്ന് ഓളൊന്ന് സെറ്റാക്കി അത് കഴിഞ്ഞിട്ട് ലൈവിലിരിക്കും. അപ്പോൾ ഒരു 1 hour ഒക്കെ ഇരിക്കും ഉണ്ടാവില്ല ലൈവിൽ. 1 hour ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ആരും ഉണ്ടാവാറൊന്നുമില്ല. 4-7 ആൾക്കാർ, അത്ര ആൾക്കാരെ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ കുറേ ആൾക്കാരൊന്നും ലൈവിൽ ഉണ്ടാവാറില്ല. പിന്നെന്താ, ഞാൻ എപ്പം പറയുന്ന പോലെ എങ്ങനത്തെ എന്തൊക്കെയാണ് ഡെയിലി റൊട്ടീൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഡെയിലി വ്ളോഗ്സ് ഇടണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് പറ്റാറില്ല. അച്ചൂട്ട വന്നിട്ടില്ല. ഞാൻ വിചാരിച്ചത് ആരാ വരുന്നതാണ്. അച്ചൂട്ട ക്ഷീണിച്ച് അവശനായി തളർന്നിട്ടൊക്കെ വരുന്നുണ്ട്. അയ്യോ, ഇന്ന് കുറച്ച് നേരത്തെ തന്നെയെങ്കിലും വീട്ടിൽ പോകാൻ പറ്റുമായിരിക്കും. ഇന്നലെയും 2 ദിവസമായിട്ട് ഞങ്ങൾ ലേറ്റായിട്ട് വീട്ടിലെത്തുന്നുള്ളൂ. അല്ല അച്ചൂട്ടാ, ലേറ്റായിട്ടല്ലേ വീട്ടിലെത്തുന്നുള്ളൂ. അച്ചൂട്ടിന് പറയാൻ വരെ പറ്റുന്നില്ല. നല്ലോണം ക്ഷീണിച്ച്. അവൻ അത്യാവശ്യം നല്ല വെയിറ്റ് എടുത്തിട്ട് തന്നെയാണ് ചെയ്യൽ. ഞാൻ അങ്ങനെ വലിയ വെയിറ്റ് എടുക്കാറില്ല. എടുക്കാറില്ല അങ്ങനെ. ഓനെപ്പോഴും നല്ല വെയിറ്റ് എടുത്തിട്ട് തന്നെയാണ് ചെയ്യും. എനിക്കങ്ങനെ പറ്റാറില്ല, പൊന്തൂല. അയ്യോ, വലിയ വെയിറ്റ് എല്ലാം എടുത്തു കഴിഞ്ഞാലില്ലേ അങ്ങനെ ഒരു സെറ്റ് 15 സെറ്റ് അടിക്കണം. ഒരു സെറ്റിൽ 15 കേട്ടോ. അപ്പോൾ അതൊന്നും അത്രയോട്ടൊന്നും പറ്റാറില്ല. അപ്പം ഞാനങ്ങനെ വലിയ വെയിറ്റ് ഒന്നും എടുക്കല്ല. ലാസ്റ്റ് ഒരു 15-20 ആ ലെവൽ വരെ എടുത്തിന്. അതിൽ കൂടുതൽ എടുത്തിട്ടില്ല. കുറച്ചും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ആകുമ്പം കുറച്ചും കൂടി കൂടുതൽ വെയിറ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഈ ആഴ്ചയും കൂടി ഈ ശനിയാഴ്ചയും കൂടി ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വന്നിട്ട് 3 ആഴ്ചയാവും. അല്ല ചൂട്ടാ വീഡിയോസ് എപ്പോൾ എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ ജിമ്മിൽ പോകാണ്ടൊന്നും നിൽക്കുന്നില്ല. ഞാൻ ഡെയിലി ജിമ്മിൽ പോകാറുണ്ട്. അതിൽ ഇത് ഒരു ദിവസം മാത്രമായിട്ട് സ്കിപ്പായിട്ടുള്ളൂ. അതും ലേറ്റായിട്ടും അങ്ങനെ എന്തോ ഒരു റീസൺ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങാറ്റാന്ന് സ്കിപ്പായത്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച എന്തായാലും ഡെയിലി വരാൻ പറ്റുമെന്നറിയില്ല. അതിൻ്റെ തിങ്കളാഴ്ച മോളെ ബർത്ത്ഡേ വരുന്നത് 20-ാം തീയതി. അപ്പം അതിൻ്റെ എന്തെങ്കിലും തിരക്കും കാര്യങ്ങളായിട്ട് എവിടെയെങ്കിലും പോകേണ്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ആ ഒരു വീക്കിൽ പോകാൻ പറ്റില്ല. പിന്നെ തിങ്കളാഴ്ച എന്തായാലും പോകാൻ പറ്റില്ലല്ലോ. ബർത്ത്ഡേ വെച്ചിട്ട് എന്തായാലും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ തിങ്കളാഴ്ച ഉണ്ടാവില്ല, ചൊവ്വാഴ്ച ഉണ്ടാവില്ല, ബുധനാഴ്ച ഉണ്ടാവില്ല. ഇവനും തിങ്കളും ചൊവ്വയും ബുധനും ഉണ്ടാവില്ല. ഇവനിപ്പോൾ പറയുന്നേ ഉള്ളൂ. വൈകുന്നേരമാണ് ബർത്ത്ഡേ. അപ്പം നീ എങ്ങനെ വരുമോ തിങ്കളാഴ്ച? ഈ തിങ്കളാഴ്ച അല്ല, അതിൻ്റെ ബർത്ത്ഡേ ആയിട്ടാ. പിന്നെ ചൊവ്വയും ബുധനും വീട്ടിലൊരു പൂജയുണ്ട്. അന്നേരവും വരാൻ പറ്റൂല. രാവിലെ പറ്റൂല. ഇവനങ്ങനെ വലുതും പറയും. അപ്പം ശരിയാണ്, നമ്മൾ പോകാൻ നോക്കാം.